ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനൊരു തുണി ഇതിൽ കാണാം. ഇപ്പോൾ റെനോ ഡസ്റ്ററാണ്, 2014 വേരിയൻ്റാണ്. നമ്മുടെ റെനോ ഡസ്റ്റർ അതുപോലെ നിസാൻ ടെറാനോ ഈ രണ്ട് വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങൾ, ഇത് 10 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഹൈ റേഞ്ചുകളിൽ കത്തി നശിച്ചിരിക്കുന്നതായിട്ടുള്ള വീഡിയോസ് പലതും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കഴിയും. ഹൈ റേഞ്ചുകളിൽ വാഹനങ്ങൾ കത്തി നശിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നൊരു വാഹനമായിട്ട് തന്നെ കാണാറുണ്ട് റെനോ ഡസ്റ്റർ അതുപോലെ നിസാൻ ടെറാനോ ഈ രണ്ട് വാഹനങ്ങൾ. എസ്പെഷ്യലി അതിൻ്റെ 110 PS എഞ്ചിൻ വരുന്ന വാഹനങ്ങളാണ് കൂടുതലും കത്തി നശിച്ചതായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, ഇതിൻ്റെ എൻജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ആദ്യം കാണിച്ച നമ്മുടെ സൈലൻസർ പോകുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബോഡിയിലേക്ക് ഹീറ്റ് അകത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഇതുപോലുള്ള ഒരു ഇൻസുലേറ്റിംഗ് ലെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസുലേറ്റിംഗ് ലെയർ ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലെയുള്ള പഴയ തുണി, ഇതുപോലെയുള്ള കോട്ടൺ ചിന്തി അങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് കൂടാതെ അതിൻ്റെ അകത്ത് ഇതേപോലെയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹീറ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള അലുമിനിയം ഫോയിലിൻ്റെ ഒരു ടാപ്പും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. കാലപ്പഴക്കം ചെല്ലുമ്പോൾ ഇതിൻ്റെ പ്രശ്നം, ഒരു 10 വർഷമൊക്കെ ഓടിയ വാഹനങ്ങൾ 1,00,000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതവിടെ ഒരു ക്ലിപ്പ്, പല ക്ലിപ്പുകളിലായിട്ട് അവിടെ വെച്ചിട്ടാണുള്ളത്. ആ ക്ലിപ്പുകളൊക്കെ പൊട്ടി ഇത് സൈലൻസറിൻ്റെ മുകളിലേക്ക് വീണ് കിടക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെ വീണ് കിടക്കുന്ന വാഹനം വളരെ ദൂരം ഓടി ഹൈ റേഞ്ചിലൊക്കെ എത്തി വാഹനം എഞ്ചിൻ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത്, സൈലൻസർ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് സൈലൻസറിൻ്റെ മുകളിൽ ഈ ഒരു തുണീൻ്റെ ഈ മെറ്റീരിയൽ ഇരുന്ന് അത് ബേണായിട്ട് അവിടെയാണ് ആ ഫയർ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബോണറ്റിൻ്റെ ഇവിടെയാണ്. ബോണറ്റിൻ്റെ ഇവിടെയും സമാനമായിട്ടുള്ള മറ്റൊരു ക്ലോത്ത് ഉണ്ട്. ഞാനത് ഓൾറെഡി മുമ്പേ എടുത്ത് കളഞ്ഞാണ്. ഇവിടെ ഉണ്ട്, മെറ്റീരിയൽ കാണിച്ചു തരാം. ഈ ഒരു മെറ്റീരിയലാണ് ഇത്. ഞാൻ ഇവിടുന്ന് ഇളക്കി കളഞ്ഞാണ്, ബോണറ്റിൻ്റെ അടിയിൽ നിന്ന് ഇളക്കി കളഞ്ഞ മെറ്റീരിയലാണ്. ഈ ഒരു മെറ്റീരിയൽ സമാനമായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇതും കാലപ്പഴക്കം ചെല്ലുമ്പോൾ ഇതേപോലെ തുണിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് കുറച്ചും കൂടെ കട്ടി കുറവാണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുണ്ട് നമ്മുടെ എൻജിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത കവറ്. അപ്പോൾ ഇതേപോലെ തന്നെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ കാലപ്പഴക്കം ചെല്ലുന്നതനുസരിച്ചിട്ട് ഇത് ബോണറ്റിൻ്റെ അവിടെ നിന്ന് ഇളകി ആ ഒരു 4 ഹോള് കാണാം. അവിടെയാണ് നമ്മളത് ബോണറ്റിൽ അത് ഫിക്സ് ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ ഇതുപോലെ തൂങ്ങി എൻജിൻ്റെ കവറിൻ്റെ മുകളിലേക്ക് നിൽക്കും. അപ്പം താഴെ എൻജിൻ്റെ ബാക്കിലുള്ള അവിടെ നിന്ന് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിനും തീ പിടിക്കും. പിന്നെ ബാക്കി ഫൈബർ പാർട്സുകളൊക്കെ തീ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതേപോലെയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഈ 2 മെറ്റീരിയൽസാണ് ആ വാഹനം പൂർണ്ണമായും തീ പിടിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി റെനോ ഡസ്റ്റർ അതുപോലെ ടെറാനോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും മെക്കാനിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ എടുത്ത് കളയുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനും എൻ്റെ ഇത് അധികം മോശമായിട്ടുണ്ടായില്ല, എന്നിട്ടും ഇതിൽ അത്യാവശ്യം ചെളിയൊക്കെ പിടിച്ച ഒരു തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്തായാലും നമ്മളൊരു പരീക്ഷണത്തിന് മുതിരാതെ അതങ്ങ് എടുത്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു അല്പം ഒരു ചെറിയൊരു ഭാഗം എടുത്ത് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഇത് നോക്കാം. വളരെ എളുപ്പം തന്നെ ഇതിന് തീ പിടിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് ഇതിനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. മാത്രമല്ല വാഹനങ്ങൾ ഓടിക്കഴിയുമ്പോൾ ഇതിങ്ങനെ നിന്ന് പുകഞ്ഞ് ഏകദേശം ഇത് വളരെ ലൂസ്ലി പാക്ക് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പഴയ തുണിയും അതുപോലെ ഒരു കുറച്ച് സ്പോഞ്ചിൻ്റെ പോലെയുള്ള മെറ്റീരിയലുണ്ട്. അപ്പോൾ അത്തരം മെറ്റീരിയൽ അവിടെ ഇരുന്ന് അത് കത്തി മുഴുവനായിട്ട് തീ വാഹനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുക. അപ്പോഴിനി ഇത് എങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ വെച്ചത് എങ്ങനെ ഇളക്കി കളയാമെന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനൊരു തുണി ഇതിൽ കാണാം. ഇപ്പോൾ റെനോ ഡസ്റ്ററാണ്, 2014 വേരിയൻ്റാണ്. അപ്പോൾ ഇത് ഹീറ്റ് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് നമുക്ക് ഇതുപോലെ അലുമിനിയം ഫോയിലിൻ്റെ കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ അത്രയും ഡാമേജ് ആയിട്ടില്ല എങ്കിൽ പോലും കുറേ വർഷങ്ങൾ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഇത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതുപോലെയുള്ള മെറ്റീരിയലാണ്, തുണിയും അങ്ങനെയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മുടെ സൈലൻസറിൻ്റെ മുകളിലേക്ക് വീണിട്ട് നല്ല കയറ്റമൊക്കെ കയറുന്ന സമയത്ത്, എൻജിൻ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് വീഴുകയും സാവകാശം ഇതൊരു തീ പടരാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ അതാണ് മിക്ക ഡസ്റ്റർ വാഹനങ്ങളും കത്തി നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം
ഈ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാണ്. സാധാരണ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യുക. ഞാനത് കളയുന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ അത് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ബോണറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ഇതേപോലെയുള്ള സെയിം മെറ്റീരിയൽ ഉണ്ടായിരുന്നു, ഞാനത് കളഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു മെറ്റീരിയലൂടെ കളയുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് ബോണറ്റിൻ്റെ നമ്മുടെ എഞ്ചിൻ്റെ മുകളിലൊരു ചെറിയ കവർ വരുന്നുണ്ട്. ആ കവർ എടുത്ത് ഒരു ഫൈബർ കവറാണ്, അതെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം അതിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ഇതുപോലെയുള്ള മെറ്റീരിയൽ കാണുന്നത്. അപ്പോൾ അത് പല ക്ലിപ്പുകൾ, ഒരു 8ഓളം ക്ലിപ്പുകളിലാണ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ക്ലിപ്പ് ഊരാതെ ജസ്റ്റ് എടുത്ത് കളയുന്നതുകൊണ്ട് കത്രി കൊണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ്. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ ക്ലിപ്പ് നമുക്ക് വലിച്ച് ബാക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ വിടിയിപ്പിച്ച് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു കുറേ വയറുകൾ, അതിലുള്ള പൈപ്പുകൾ പോകുന്നൊരു ക്ലിപ്പാണ്. അത് ഒരു സ്ക്രൂവിലേക്ക് ഇൻസേർട്ട് ചെയ്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് എടുത്ത് ഇതുപോലെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് അതുപോലെ അവിടെ തന്നെ വെച്ചാൽ മതി. അങ്ങനെയുള്ള ക്ലിപ്പുകളുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഫ്രണ്ടിൽ 2 വലിയ ക്ലിപ്പുകളും അതിൻ്റെ താഴെയായിട്ട് ചെറിയ ബട്ടൺസ് പോലുള്ള ക്ലിപ്പുകളുമാണ് നമുക്ക് കാണാനുള്ളത്. ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇവിടെ അതുപോലെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വരും തുണിയാണ് മെറ്റീരിയൽ. അപ്പോൾ ഇനി താഴോട്ടുള്ള ഭാഗം എടുക്കണം. താഴെ ഇതുപോലെ 1-2 ക്ലിപ്പുകളുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കിലൂടെ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കൈയൊക്കെ ഇടുന്ന സമയത്ത് മറ്റ് പൈപ്പുകളൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മളത് അധികം ഡാമേജ് ആയിട്ടില്ലെങ്കിൽ പോലും അതൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ, കാരണം എഞ്ചിന് വേറെ എവിടുന്നും അങ്ങനെ ഒരു, കാരണം ഒരുപാട് ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് 2 ലക്ഷം കിലോമീറ്ററൊക്കെ കഴിഞ്ഞ ഡസ്റ്ററുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നുമില്ലെങ്കിൽ 2-2.5 ലക്ഷം കിലോമീറ്റർ കുഴപ്പമില്ലാതെ ഓടുന്നൊരു വാഹനം തന്നെയാണിത്. അപ്പോൾ ഇതുപോലുള്ള ക്ലിപ്പുകളുണ്ട്. ആ ക്ലിപ്പ് നമ്മൾ ഊരിയിട്ട് തിരിച്ച് അതേപോലെ ഇട്ടാൽ മതി. നിസാൻ ടെറാനോ ആയാലും റെനോ ഡസ്റ്റർ ആണെങ്കിലും എൻജിൻ സൈഡ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഫയർ ഉണ്ടാകാനുള്ള ഒരു റീസൺ ഇതാണ്. ഒരുപാട് ഫാൻ ബേസുള്ളൊരു വണ്ടിയാണ് നമ്മുടെ റെനോ ഡസ്റ്റർ, അതുപോലെ നിസാൻ ടെറാനോ. കാരണം അതിൻ്റെ റോഡ് പ്രസൻസ്, അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഒരുപാട് ഫീച്ചേഴ്സ്. കാരണം നല്ലൊരു ഹെവി, നല്ലൊരു മസ്കുലൈൻ ലുക്കുള്ളൊരു വാഹനം തന്നെയാണ്. മാത്രമല്ല അതിൻ്റെ പെർഫോമൻസ് എൻജിൻ സൈഡാണെങ്കിലും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്. മൈലേജ് ആണെങ്കിലും അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ പോവുകയാണ്. നമുക്ക് ഹൈവേയിൽ 20-22 കിലോമീറ്റർ പെർ ലിറ്റർ എന്ന രീതിയിൽ ഡീസലിന് മൈലേജ് കിട്ടാറുണ്ട്. 85 PS ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതുപോലുള്ള മെറ്റീരിയലാണിത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തീ പിടിക്കും. അപ്പം ഈ 2 ക്ലോത്തുകൾ, പ്രത്യേകിച്ചും എൻജിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നതും അതുപോലെ ബോണറ്റിൻ്റെ അണ്ടറിൽ വരുന്നതും ആയിട്ടുള്ള ആ 2 ക്ലോത്തുകൾ നമ്മൾ എടുത്ത് റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ ആ ഒരു ഇൻസുലേറ്റിംഗ് ലെയർ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ നിസാൻ ടെറാനോ, റെനോ ഡസ്റ്റർ എന്നീ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന, പഴയ മോഡൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പേടിക്കാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. ഇത് സാധാരണ നോർമൽ റോഡുകളിൽ ഇത് വലിയ വിഷയമായിട്ട് അങ്ങനെ കാണുന്നില്ല. പക്ഷേ പലപ്പോഴും ഹൈ റേഞ്ചുകളിൽ ഇപ്പോൾ നമുക്കങ്ങനെ ആ ഒരു അത്തരത്തിലുള്ള ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്നൊരു വാഹനമാണ്, മാത്രമല്ല നമുക്കൊരുപാട് ഇഷ്ടമുള്ളൊരു വാഹനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇതുപോലെ ഹൈ റേഞ്ചുകളിലൊക്കെ കത്തിക്കിടക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ 2 ഇൻസുലേറ്റിംഗ് ലെയേഴ്സ്, അതായത് ഒന്ന് ബോണറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ആ ഒരു കവറ്, അതേപോലെ തന്നെ എൻജിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ആ 2 കവറും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വീടുകളിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടത് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി എടുത്ത് കളഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പം ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സേഫായിട്ട് നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ട് പോകാം. നമുക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു വാഹനം തന്നെയാണ് റെനോ ഡസ്റ്റർ. ഇപ്പം പുതിയ വേരിയൻ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആ പഴയ ഡസ്റ്റർ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പലപ്പോഴും 2 ലക്ഷം 3 ലക്ഷം കിലോമീറ്ററുകളൊക്കെ ഓടിയ വാഹനങ്ങൾ നിരത്തുകളിൽ ഇന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓടുന്നുണ്ട്. അപ്പോൾ എൻജിൻ സൈഡിൽ വേറെ അത്തരത്തിലുള്ള മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഫയർ ഉണ്ടാകാനുള്ള കാരണം എൻജിനിൽ നിന്നുണ്ടാകുന്ന ഫയറല്ല, ഇതേപോലെ തന്നെ സൈലൻസറിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ഫയറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം കൂടെ നമുക്ക് പരിഹരിക്കാം. മാത്രമല്ല ഞാനിതിപ്പം എടുത്ത് കളഞ്ഞിട്ടത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. അതിനുശേഷം ഞാൻ ഒരുപാട് കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉള്ളിൽ പ്രത്യേകിച്ച് വലിയ ഹീറ്റും കാര്യങ്ങളും അത് എടുത്ത് കളഞ്ഞുകൊണ്ട് വലിയൊരു പ്രശ്നം ഫീൽ ചെയ്തില്ല. ഇത്രയും നാൾ ഞാനത് എടുത്ത് കളയാതിരുന്നത് ഒരു കമ്പനി വാഹനം ഇറക്കുമ്പോൾ എന്തെങ്കിലും ഒരു പർപ്പസിനല്ലാതെ ഒരു സാധനം അവിടെ വെക്കില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അപ്പം അവരെന്തെങ്കിലും അതുകൊണ്ട് നമ്മളത് എടുത്ത് കളയാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ എടുക്കാതിരുന്നത്.
പക്ഷേ പിന്നീട് ഒരുപാട് തവണ നമ്മൾ ആലോചിച്ചു, പല ആളുകളുമായി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ ഒരു സബിൻസലി, അദ്ദേഹം ഒരു മെക്കാനിക്കാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എടുത്ത് കളയാമെന്ന് തോന്നിയത്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഈ ബോണറ്റിലുള്ള മെറ്റീരിയൽ എടുത്ത് കളഞ്ഞു. ബോണറ്റിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു പെയിൻറ്റിന് അധികം ഹീറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെയർ അവിടെ വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയിൽ രണ്ട് സിംഗിൾ ഷീറ്റല്ല ബോണറ്റിന് വരുന്നത്, അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു എയർ സ്പേസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതും വലിയ പ്രശ്നം വരുന്നില്ല. പിന്നെ ഇതിൻ്റെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഓരോ 10,000 കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ചൊക്കെ നടത്തുക. അപ്പോൾ നമ്മൾ ആ ഒരു 10,000 എന്നുള്ളത് ഒരു 8,000, 8,500, 9,000 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ഓയിൽ ചേഞ്ച് കുറച്ച് നേരത്തെ ഓയിൽ ചേഞ്ച് നടത്തിയാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി ഓയിൽ ചേഞ്ച് നടത്തുക. ആ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ സമയം തന്നെ ഫിൽറ്ററുകളെല്ലാം മാറ്റുക. അതായത് ഓയിൽ ഫിൽറ്റർ സർവീസിൻ്റെ സമയത്ത് പ്രധാനമായിട്ടും ഓയിൽ ഫിൽറ്റർ, അതുപോലെ ഡീസൽ ഫിൽറ്റർ ഒരു 30,000 കിലോമീറ്ററൊക്കെ ആകുമ്പം ചേഞ്ച് ചെയ്താൽ മതി ഡീസൽ ഫിൽറ്റർ. അതുപോലെ ഓയിൽ ഫിൽറ്റർ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുക, അതുപോലെ എയർ ഫിൽറ്റർ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ AC ഫിൽറ്റർ. ഈ 4 ഫിൽറ്റേഴ്സാണ് മെയിനായിട്ട് സർവീസിൻ്റെ സമയത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. പലപ്പോഴും സാധാരണ പഴയ കാലത്ത് ഉള്ള മെക്കാനിക്കുകൾ, അത്യാവശ്യം നല്ല മെക്കാനിക്കുകൾ, അത് ഈ പൊടിയൊന്നും ഇല്ലാത്ത ഏരിയയിൽ ഓടുന്ന വാഹനങ്ങളൊക്കെയാണ് എയർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 20,000 കിലോമീറ്ററിലൊക്കെ ആയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ മേജറായിട്ട് ഇതിന് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. ഡീസൽ പമ്പിനൊന്നും അങ്ങനെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം ഒരു ഹാഫ് ടാങ്ക് ഡീസലിൽ എപ്പോഴും, അതിൽ അധികം ഡീസൽ എപ്പോഴും റിസർവിൽ, ഇപ്പോൾ ഡീസൽ വാഹനങ്ങൾ ഓടിക്കുമ്പോഴെപ്പോഴും ഡീസൽ പമ്പ് അത് ഡീസൽ കൂൾഡാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡീസൽ ഒരു 1/4 ടാങ്കെങ്കിലും ഡീസൽ വണ്ടിയിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഒരിക്കലും നമ്മൾ ആ ഒരു പെട്രോൾ വാഹനം ഓടിക്കുന്ന പോലെ തന്നെ റിസർവിൽ അധികം ഓടിക്കാതിരിക്കുക. ഞാനെപ്പോഴും ഒരു ഹാഫ് ടാങ്ക് ആ രീതിയിൽ എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. പൈസ കയ്യിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലുമായിട്ട് ആ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പ്രധാനമായിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് അത്രയൊക്കെയാണ് വരുന്നത്. നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയൊരു വാഹനം തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല മൈലേജ് തരുന്നുണ്ട്. ഹൈവേസിൽ 22 ഒക്കെ നമുക്ക് മൈലേജ് കിട്ടും. ചെറിയ ചെറിയ ഓട്ടങ്ങൾക്ക് 17, 18 ആ റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വാഹനം തന്നെയാണ് റെനോ ഡസ്റ്റർ. അപ്പോൾ നമ്മൾ റെനോ ഡസ്റ്റർ ഉപയോഗിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനമായിട്ടും ആ ഒരു 2 ഇൻസുലേറ്റിംഗ് ലെയേഴ്സ് അത് എടുത്ത് കളയുക. അപ്പോൾ അത് എടുത്ത് കളയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ ഇൻസുലേറ്റിംഗ് ലെയേഴ്സിൻ്റെ കാര്യം നിസാൻ ടെറാനോ ഡസ്റ്ററിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് മാത്രമല്ല ഇത്തരത്തിൽ വാഹനങ്ങൾ കത്തി നശിക്കാനുള്ള കാരണം. അതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും നമ്മൾ വാഹനം വാങ്ങിയ ഒരു പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റിൽ ഒരുപാട് വർക്കുകൾ ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക്കൽ സൈഡിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വയർ, പ്രത്യേകിച്ച് ഇത് DC വയറാണ്, DC കണക്ഷനാണ്. അപ്പോൾ DC കണക്ഷൻ നല്ല ക്വാളിറ്റി ഇല്ലാത്ത വയറുകൾ യൂസ് ചെയ്ത് നമ്മൾ ഇത്തരത്തിൽ ക്യാമറകൾ, അതുപോലെ സൗണ്ട് സിസ്റ്റം ഒക്കെ നമ്മൾ വണ്ടിയിൽ അഡീഷണലായിട്ട് ചെയ്യുന്ന സമയത്ത് പുതിയ തരത്തിലുള്ള ലൈറ്റുകളൊക്കെ, വാട്ട്സ് കൂടിയ ലൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ DC വൈദ്യുതി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഹീറ്റായിട്ട് എനർജി ലോസ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത വയറുകൾ നമ്മൾ DC കണക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഫയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ചേർന്ന് വരുന്ന, അതായത് നമ്മളൊരു ഫയർ ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ വാഹനം തീപിടിക്കാതിരിക്കാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എൻജിൻ്റെ ഭാഗത്ത് നിന്ന് ഫയർ ഉണ്ടാകാറ് വളരെ വിരളമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. അത് വളരെ പഴക്കം ചെന്ന വാഹനങ്ങളാണെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ്. കൂടുതലും മിക്ക വാഹനങ്ങളും അല്ലെങ്കിൽ വാഹനങ്ങൾ കത്തി നശിച്ചതിൻ്റെ ഒരു 90% അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളിതുപോലെ ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ്, പ്രത്യേകിച്ചും ലൈറ്റുകൾ, അതുപോലെ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മളിതിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അന്നേരം നമ്മൾ ആ സമയത്ത് നമ്മുടെ ഇതിൻ്റെ മേജർ വയറിങ്ങിൽ ലൂപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുക.
അവിടെ സംഭവിക്കുന്ന പിഴവുകൾ മൂലമാണ് ഇത്തരത്തിൽ മിക്ക കേസിലും ഫയർ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിസാൻ ടെറാനോ ഡസ്റ്ററോ മാത്രമല്ല, മറ്റ് പല വാഹനങ്ങളും പല സ്ഥലങ്ങളിലും നമ്മൾ കത്തി നശിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് കൂടുതലും അതിൻ്റെ ഇലക്ട്രിക്കൽ സൈഡ് അല്ലെങ്കിൽ വയറിംഗ് സൈഡിൽ വന്നിട്ടുള്ള അപാകതകളാണ്. അതിൽ ഒരു കമ്പനി ഒരു വാഹനം ഇറക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന രീതിയിലുള്ള വയറിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. അതിൽ അഡീഷണലായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.